السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير والسعادة. اللهم وجهنا إلى الخير، وجه الخير إلينا يا أرحم الراحمين. اللهم انجنا وانج أهالينا من كيد الشيطان عند سكرات الموت يا أرحم الراحمين. اللهم اجعلنا وإياكم من القوم الذين يمشون على الصراط كالبرق يا أرحم الراحمين. اللهم انظر إلينا نظرة بعين الرضا والعفو مضى والتوفيق لما تحبه وترضى. ബഹുമാനമുള്ള ഫിഖ് മസല ക്ലാസ് റൂം, അതുപോലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് എല്ലാ സഹോദരന്മാരെയും ആദരപൂർവ്വം കാണുന്നു. മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന വിഷയത്തിലാണ് നാം ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത്, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് പള്ളിയിലേക്ക് പോകുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഉള്ള ദിക്ർ അതെന്താണ് ചൊല്ലേണ്ടത്. അത് ചൊല്ലിക്കൊണ്ട് ശാന്തനായി, തിരക്കുണ്ടാക്കാതെ, ചവിട്ടടി വെച്ചുകൊണ്ട്, വളരെ താഴ്മയോടുകൂടി തല താഴ്ത്തിക്കൊണ്ട്, തലങ്ങും വിലങ്ങും തിരിഞ്ഞും മറിഞ്ഞുമല്ല നോക്കേണ്ടത്. നേരെ മുന്നോട്ട് നോക്കിക്കൊണ്ട്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചൊക്കെ പറയുന്നു, അവർ നടന്നു പോകുമ്പോൾ അവരുടെ കൈകൾ തൊടയിൽ നിന്നും അകന്നു നിൽക്കുകയില്ല എന്നാണ്. നമ്മളാണെങ്കിൽ ചിലപ്പോഴൊക്കെയും കൈയൊക്കെ ഇങ്ങനെ വീശി, തുണിയൊക്കെ ഇങ്ങനെ മടക്കുത്തി ഇല്ലേ, അതൊക്കെ മാറ്റി അവറത്തൊക്കെ മറച്ച് വളരെ സുന്ദരമായി, വളരെ റാഹത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, വളരെ ചിട്ടയോടുകൂടി, അടുക്കത്തോടുകൂടി, ഒതുക്കത്തോടുകൂടിയാണ് ആ പള്ളിയിലേക്കുള്ള നടത്തം നാം നടക്കേണ്ടത്. അങ്ങനെ പള്ളിയിലേക്ക് പോകുന്നു. ആ കാഴ്ചയാണ് നമ്മുടെ ഒപ്പം മക്കളെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവരും കണ്ടുപഠിക്കുന്നത്. കുട്ടികൾക്കും അത് കമ്മ്യൂണിക്കേഷൻ, അതൊരു ബന്ധം കിട്ടും, അവരും അത് ശീലിക്കും. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നേരം വെളുത്ത് എഴുന്നേറ്റ പാട് തന്നെ പുറത്തെ സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് വലിയ ഒരു കുറ്റി എടുത്തിട്ട് അതിൻ്റെ അടുത്തേക്ക് ഷേർട്ട് ലാമ്പ് തെറ്റിച്ച് കൊടുക്കുന്നത് കണ്ടാൽ മക്കൾ പിന്നെ അത് കണ്ണല്ല കാണുക. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കുക. അതൊന്നും ഇപ്പം ഇല്ല എന്ന് തോന്നുന്നു, എന്നിരുന്നാലും സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുമുണ്ട്. എഴുന്നേറ്റ പാട് ഒരു തലക്കൊരു സുഖം കിട്ടാൻ പെട്ടെന്ന് ദിക്കറൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് കൊളുത്തി, എന്നിട്ട് പിന്നെ ഓട്ട് കമ്പനിയിൽ നിന്നുള്ള പുക അതങ്ങനെ വലിച്ചു വീശണം. അതാണ് നമ്മളെ ചെറിയ മക്കൾ കാണുന്നത്. മുല കുടിക്കുന്ന കുട്ടി അപ്പുറത്ത് കിടക്കുന്നുണ്ടാവും, അതിന് ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരുന്നോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് വരുന്നോ എന്നുള്ള ചിന്തയിൽ നിന്നൊക്കെ എത്രയോ അകന്ന് പോകുന്നു. അപ്പോൾ ആ ശൈലിയൊക്കെ മാറ്റിയെടുത്ത് നമുക്ക് നമ്മുടെ വോയിസുകളും ക്ലാസ്സുകളും എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ മാറ്റത്തിന് പലവരും വിധേയമായിട്ട് വരും. അങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ശൈലിയൊക്കെ മാറ്റി പിന്നെ എഴുന്നേറ്റ് പാട് തന്നെ കഴിഞ്ഞ ദിവസം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതോ പിടിച്ചതോ ആയിട്ടുള്ള ആ തുടക്കം തന്നെ ഗൈബത്തിന്റെ തുടക്കം. അങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ. തുടക്കത്തിൽ തന്നെ ഈ ദുആകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ അത് കഴിഞ്ഞിങ്ങോട്ട് കിട്ടാൻ കാത്തു നിൽക്കായിരിക്കും. എന്നിട്ട് വേണം ആ ഇന്നലെ നടന്ന വിഷയം ഒന്നെടുത്ത് അവതരിപ്പിച്ചിട്ട് ഒരു കുറ്റെങ്കിലും നമ്മുടെ ജീവിതം നഷ്ടത്തിലേക്ക് പോകും. അതൊക്കെ അങ്ങ് മാറ്റിവെക്കുക, മറക്കുക. കുടുംബത്തിൽ കലഹമുണ്ടാവും, പ്രശ്നമുണ്ടാവും. ആരും ആരെയും മാനിക്കുന്ന കാലഘട്ടമല്ല. ഒക്കെ ഈഗോ ആരിങ്ങനെ കഴിച്ചു വളർന്നു പോവുകയാണ്. ഒരാളും ഇവിടെ താഴെയല്ല, ഒക്കെ മുകളിലാണ്. എല്ലാവരും മുകളിലാണ്. ഏതെങ്കിലും ഒരു ഏത് നിലക്ക് ചിന്തിച്ചു കഴിഞ്ഞാലും പിന്നെ കഴിയില്ല എന്ന് കരുതുമ്പോൾ അവിടെ ഇങ്ങനെ താഴെട്ട് നിൽക്കുന്നു എന്നുള്ളൂ. മറ്റൊരാൾ പറഞ്ഞതുപോലെ റോട്ടിലൂടെ ജാഥ പോകുന്നു എങ്കിൽ എല്ലാവർക്കും ഒരേ ലൈനിൽ നിൽക്കണം, ബാക്കിൽ നിൽക്കണം എന്നുള്ള ശൈലിയല്ല. എല്ലാവർക്കും ഒരേ ലെവലിൽ തന്നെ പോകണം എന്നാണ് ആഗ്രഹം. പക്ഷെ നടക്കുന്നില്ല. അതുകൊണ്ട് കാരണം അങ്ങനെ ആകുമ്പോൾ വണ്ടിയോ വാഹനമോ വന്ന് ഇടിച്ച് തെറിപ്പിക്കുമല്ലോ. അതുകൊണ്ട് വഴിയിൽ ഇങ്ങനെ ബാക്കിലേക്ക്. ഇത് തന്നെയാണ് ഒരു കുടുംബത്തിന്റെ അകത്തുമുള്ളത്. ജ്യേഷ്ഠാനുജന്മാരും മക്കളും മറ്റുമൊക്കെ ഉണ്ടാവും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഉള്ളറിവോ ഒരു സ്നേഹബന്ധമോ നഷ്ടപ്പെടുത്തുന്ന ഒരു കാലം ആയി തീർന്നിരിക്കുന്നു എന്ന് തന്നെ അറിയാൻ കഴിയുന്നു. അതിൻ്റെയും അപ്പുറത്താണ് ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെയും നമ്മുടെ ജീവിത രീതി ചിട്ടപ്പെടുത്താതെ വരുമ്പോഴാണ് ഭാര്യ ബന്ധത്തിൽ അലച്ചില് ഒക്കെ ഉണ്ടാകുന്നത്. ഒന്ന് ഏത് തന്നെ ഈ സുബഹിയിൽ എഴുന്നേറ്റ ഉടനെ ഉണ്ടാകുന്ന ഈ കൃത്യമായ മുറ പോലെയുള്ള ഈ കാര്യങ്ങൾ അങ്ങ് ചെയ്താൽ തന്നെ സ്നേഹബന്ധം കൂട്ടിയുറപ്പിക്കാൻ കഴിയും. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ശുദ്ധ ഖുർആൻ. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. അതാണ് അള്ളാഹ് പറഞ്ഞത്. ഈ ഖുർആൻ ഫജ്ർ,
അതാണ് ഇന്ന ഖുർആനുൽ ഫജരി, ആ ഖുർആനിന്റെ ആ ഫജർ, ആ പ്രഭാതത്തിന്റെ ആ ടൈം, അത് മഷ്ഹൂദ, നമുക്ക് സാക്ഷി നിർത്തപ്പെടുന്നതാണ്. പല അർത്ഥങ്ങളുമുണ്ട്. ഞാൻ അതിന്റെ അർത്ഥതലത്തിലേക്കൊന്നും പ്രവേശിച്ചിട്ട് പറഞ്ഞതല്ല. പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു ആയത്തിന്റെ ആ ഒരു ശൈലി തന്നെ നോക്കണം. അതിൽ ഫജർ വന്നു, ഖുർആൻ വന്നു, മഷ്ഹൂദ് വന്നു. അപ്പൊ എല്ലാം സാക്ഷി, നമ്മുടെ ജീവിതത്തിന്റെ നിലകളെ മുഴുവനും സാക്ഷ്യപ്പെടുത്തുന്ന, ചിട്ടപ്പെടുത്തുന്ന, ഉറപ്പിച്ചു നിർത്തുന്ന, നമുക്ക് ഫലം തരുന്ന ഒരു പ്രഭാതമാണ് നമ്മുടെ കയ്യിൽ അകപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടിരിക്കുന്നത്. ഈ പ്രഭാതം എങ്ങാനും പൊട്ടിവിടർന്നില്ല, അതാ രാത്രി തന്നെ അയങ്ങ് പോയേക്കണം. എന്തായിരിക്കും കഥ? കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, ഡോക്ടർ കുട്ടിക്ക് പരീക്ഷയ്ക്ക് പോകാനുണ്ട്, ഗൾഫിലേക്ക് പോകാനുണ്ട്. ഇത് നേരം വെളുത്ത് കിട്ടിയാലല്ലേ ഫ്ലൈറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യും? നമ്മുടെ ടൈം ഉണ്ടായി കിട്ടണ്ടേ? അതൊക്കെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തിയത്, ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ. അതുകൊണ്ട് ഈ ഫജർ ടൈമിനെ നമ്മൾ വളരെയധികം ഗൗരവത്തിൽ എടുക്കുക തന്നെ വേണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇന്നലെ പറഞ്ഞതുപോലെ വീട്ടിൽ വെച്ചുകൊണ്ട് ജമാഅത്ത്, ഇതൊന്നും നമ്മൾ ചെയ്യില്ല. നമുക്ക് എന്തിനും പറ്റും. ടൂറ് പോവാൻ എല്ലാവരെയും കെട്ടിച്ചയച്ച മക്കളൊക്കെ വരുത്തും. എന്നിട്ട് വലിയൊരു ബസ് എടുക്കും. എന്നിട്ട് ഇവിടുന്ന് ഊട്ടിയിലേക്ക് അതല്ലെങ്കിൽ മൈസൂരിലേക്ക് പോകാൻ നമുക്ക് ഒരുമിച്ചുണ്ട്. എന്നാൽ നിത്യം നമുക്ക് വീട്ടിൽ വെച്ചുകൊണ്ടുള്ള ഒരു ജമാഅത്തിന് കൂട്ടമായി ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ തെറ്റെവിടെ സംഭവിച്ചു? നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ? മൂക്കിന്റെ മുകളിൽ തന്നെ വിരൽ വെച്ച് ആലോചിച്ചോളൂ, എവിടെയും പ്രശ്നം വരികയില്ല അല്ലേ? അപ്പൊ ഇതിനൊക്കെ നമുക്കുണ്ട്. ഒരു കല്യാണത്തിന് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ടൂറ് പോവുകയാണ്, അതല്ലെങ്കിൽ മറ്റുള്ള എക്സിബിഷന് കാണാൻ വേണ്ടി പോകുന്നു, എന്തിനാണെങ്കിലും ഒരു കൂട്ടായ്മയുണ്ട്. പെട്ടെന്ന് തന്നെ തട്ടിച്ചു കൂട്ടിച്ചൊക്കെ പാടെ അതിനു വേണ്ടിയുള്ള പുതിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാക്കി എന്നിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ല സജ്ജരാകലാണ്. പക്ഷെങ്കിൽ ഈ വീട്ടിൽ വെച്ചുള്ള ജമാഅത്ത് എന്ന് പറയുമ്പോഴോ, ഇവിടെ എന്താ? നമ്മുടെ സഹോദരിമാരാണ് ചിന്തിക്കേണ്ടത്. സഹോദരന്മാർക്കാണ് ഇതിൽ ഉണർവ് വേണ്ടത്. അതൊക്കെയാണെങ്കിലും അതൊക്കെ അവിടെ ഇട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ 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 അതായിരിക്കണം. അവിടെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. അവിടെയാണ് നമ്മൾ പട്ടാള ഭരണം കൊണ്ടുവരേണ്ടത്. അവിടെയാണ്, എവിടെ? വീട്ടിന്റെ ഉള്ളിലാണ്. ഈ വിഷയത്തിൽ സുബഹിക്ക് എഴുന്നേൽക്കുന്നു, ശുദ്ധമാകുന്നു. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ സുബഹിക്ക് എഴുന്നേറ്റ പാട് ചൊല്ലേണ്ടുന്ന ആ ദിക്റുകൾ ചെല്ലാനുള്ള ഒരു 10 മിനിറ്റ് അല്ല 5 മിനിറ്റ് നമുക്ക് ചെലവാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷം കിട്ടുകയല്ലേ? ആ എഴുന്നേറ്റ പാട് അതൊന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റ പാട് തന്നെ സടപടവനെ ഓടി പെട്ടെന്ന് കിച്ചണിൽ ചെന്നിട്ട് അത് നമ്മളെ സ്റ്റൗ തുറക്കുന്നു, അപ്പോഴേക്കും അതിൽ വെള്ളം വെക്കുന്നു. ഇതിനൊന്നും നമുക്ക് മറവില്ല. അത് വേണ്ട എന്നല്ല. പക്ഷേ എങ്കിൽ എഴുന്നേറ്റ പാട് ഇതൊന്ന് ചൊല്ലിയിട്ട് പതുക്കെ പോകാം. അപ്പോഴേക്കും മറ്റേ ആൾക്ക് കട്ടൻ കാപ്പി കിട്ടാനും ഇടങ്ങേറുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാൻ പറയാം, അയാൾ ഓതിക്കോട്ടെ, രണ്ടാൾ വരും. അപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായി, വളരെ സന്തോഷമായി. എന്തൊരു സുന്ദരമാണ്, എന്തൊരു സുന്ദരമായ പ്രഭാതമാണ്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ. ചിന്തയുടെ ഓരങ്ങളിൽ, നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വെച്ചുകൊണ്ട്, മനസ്സ് തുറന്നുകൊണ്ട്, നമ്മൾ അറബി ഭാഷയിൽ മുഖബത്തലാക്കിയിട്ട് നാം ചിന്തിക്കേണ്ടതാണ്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ. അതാണ് നമുക്ക് സാക്ഷി നിർത്തപ്പെടുന്നതാണ്. ആ ഫജറിനെ ചിന്തിക്കണം. ആ ഫജർ പൊട്ടിവിടർന്ന ഉടനെ, ഒരു മനുഷ്യൻ ഒരു ദിവസം പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ ഒരു നന്മ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ അവൻ ആ ദിവസം മുഴുവനും നന്മയിലാണ്. നോക്ക്, നമുക്കറിയാലോ, LP സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ മദ്രസ സ്കൂളിൽ വരുന്ന നമ്മുടെ അധ്യാപകൻ, മലയാള അധ്യാപകൻ പറഞ്ഞു തന്നു, രാവിലെ നിങ്ങൾക്ക് നല്ല മനുഷ്യനാകണമെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തോ. പ്രവാചക വചനങ്ങളെ എവിടെ നിന്നോ കണ്ടുപഠിച്ചിട്ടാണ് ആ അധ്യാപകൻ പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ? വീട്ടിലേക്ക് പുറത്തിറങ്ങി പോകുന്ന സമയത്ത് ആരോ ഒരു ചുമട് തലയിലേ വെക്കാൻ പ്രയാസപ്പെടുന്നു, അത് അയാൾ വെച്ചോട്ടെ, നമ്മളെ പണിയൊന്നുമല്ല. അങ്ങനെയല്ല, ചെന്നിട്ട് സഹായിക്കണോ, തലയിൽ വെച്ച് കൊടുക്കുക. അപ്പോഴാണ് ബസ്സിൽ തിരക്ക് പിടിച്ച് പോകുന്നത്. ഒരാൾ ഒക്കത്തൊരു കുട്ടിയും മറ്റിടത്തൊരു കുട്ടിയും ആയിട്ട് പോകുന്നുണ്ടാവും. അങ്ങനെയും കാണാലോ. അപ്പൊ അതൊന്നുമല്ല, ഇപ്പൊ കാറുകളായി, എന്നിരുന്നാലും പറയേണ്ടി വരികയാണ്. അപ്പോഴാണ് നമ്മളിങ്ങനെ കോളേജിലേക്ക് പോകുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് പോകുന്നവരൊക്കെ തറപ്പിച്ച് ഇങ്ങനെ റോഡിന്റെ സൈഡിലേക്ക് ഇങ്ങനെ നോക്കി അവിടെ ഇരിക്കുക. എന്താണ്? ഇത് കാണണ്ട, ചെയ്യരുത് ചെയ്യരുത്. എന്നാലോ ഒന്നും കൂടി പറയട്ടെ, നമ്മുടെ സഹോദര മതസ്ഥരായ ആളുകൾ പലപ്പോഴും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അവിടെയും പിന്നോട്ട് നമ്മൾ പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. അനുഭവം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്, കണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എന്ത് വേണം? ആദ്യമായിട്ട് വേണ്ടത്, പ്രഭാതം പൊട്ടി ഉണർന്ന ഉടനെ തന്നെ നമ്മുടെ മുറ പോലെയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ മുഖരിതരാവുക. അല്ലാതെ പെട്ടെന്ന് എഴുന്നേറ്റു ഉടനെ തന്നെ പെട്ടെന്ന് പടച്ചവനെ ഇന്നലെ ഇപ്പം എന്തുണ്ടായിരുന്നു, അത് കണ്ടിട്ടില്ല, അത് ഒന്നുകൂടി അടിക്കുന്നുണ്ട്, അത് പെട്ടെന്ന് റിസീവർ എടുക്കുന്നു, അടിക്കുന്നു, അതിങ്ങനെ കണ്ടിട്ട് ഇപ്പൊ കിട്ടി, ശരിയായി, റാഹത്തായി. ഇങ്ങനെയല്ല, അതിനും വഴികളുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഈ പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ എടുക്കാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ നമ്മ പടച്ച അള്ളാഹുവിലേക്കുള്ളൊരു ബന്ധം. നമുക്ക് ആരോടാ ബന്ധം വേണ്ടത്? TV-യോടാണോ ബന്ധം വേണ്ടത്? ആലോചിച്ച് നോക്കൂ എൻ്റെ സഹോദരന്മാരെ, TV-യോടാണോ നമുക്ക് ബന്ധം വേണ്ടത്?
അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൂടെയാണോ ബന്ധം വേണ്ടത്? നമുക്ക് നമ്മുടെ നമ്മുടെ കൽബിയായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ച് നിൽക്കേണ്ടത് സിലത്തുൻ ഇലല്ലാഹ്, അള്ളാഹുലേക്കാണ്. ആ അള്ളാഹുലേക്കുള്ള ബന്ധം സ്ഥിരപ്പെടുത്തണമെങ്കിൽ പ്രവാചകനിലൂടെയാണ് അത് കഴിയുകയുള്ളൂ. അപ്പോൾ പ്രവാചകനെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുലേക്കുള്ള ബന്ധത്തെ കൂട്ടിയുറപ്പിക്കാനുള്ള ശ്രമം നമ്മൾ ഉണ്ടാക്കുകയാണ്. അതെങ്ങനെ ഉണ്ടാക്കണം? സുബഹിയുടെ പ്രഭാതം പൊട്ടി വിടർന്നപ്പോൾ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ നമ്മൾ മുഖരിതരാവണം. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞു തന്ന ആയത്തിനെ ഉള്ളിലേറ്റിയവർ നമ്മളാവുകയുള്ളൂ. ഇന്ന ഖുർആനുൽ ഫജ്രി കാന മശ്ഹൂദ. ചിന്തിച്ചു നോക്കണം, കുറച്ചു നേരങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇത് നിങ്ങളെ മുമ്പിൽ ഇരുത്തിയിട്ട് പറയേണ്ടുന്ന വിഷയമാണ്. പക്ഷെ ഞാൻ കടിച്ചമർത്തി നിന്നിട്ട് തന്നെയാണ് സ്റ്റുഡിയോയിൽ എന്ന് പറയും പോലെ ഇതൊരു ഗുണം വരട്ടെ എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് പറയുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ സജ്ജരാവണമെന്ന് ഒന്നും കൂടി വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. വാക്കുകൾ ആവർത്തനം കൂടുതൽ വന്നു എന്ന് തോന്നണ്ട. ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിൽ തട്ടട്ടെ എന്ന് തന്നെ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുക. അപ്പോൾ ടി വി ഒഴിവാക്കുക, സിഗരറ്റ് വലി ഒഴിവാക്കുക, ആരെങ്കിലും എന്തെങ്കിലും പരദൂഷണമോ ഗീബത്തോ ഇന്നലെ കഴിഞ്ഞ പ്രശ്നമെടുത്ത് രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ പാടന്നെ പറയണ്ട, എഴുന്നേച്ചുകൊണ്ട് ഞാനൊന്ന് നോക്കട്ടെ, കാണാണ്ട് ഒക്കെ പറഞ്ഞിട്ടില്ല ഒരു ശൈലി, അത് വേണ്ട. അതൊക്കെ അങ്ങ് മാറ്റി വെക്കുക. മനുഷ്യനല്ലേ, എന്തൊക്കെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ലോകത്ത് നിസ്കരിക്കാത്ത ആളുകൾ, കള്ളുകുടിക്കുന്ന ആളുകൾ, വ്യഭിചരിക്കുന്ന ആളുകൾ അള്ളാഹു പെട്ടെന്നെടുത്ത് അടിക്കുന്നില്ലല്ലോ. നമ്മളൊക്കെ പടച്ച റബ്ബ് എത്ര കരുണവാനാണ്, കാരുണ്യവാനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണവാനാണ്. അപ്പോൾ ചിന്തയിൽ നാം വെക്കേണ്ടത് ഈ പരിശുദ്ധമായ ഖുർആനിന്റെ വചനത്തിന്റെ ഓർമ്മ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ സുബഹിയുടെ ശേഷമുള്ള അമലുകളിലേക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. അങ്ങനെ ഇന്ന് നമ്മൾ പറഞ്ഞു വന്നു, പള്ളിയിലേക്ക് പോകുന്നു, വളരെ ചിട്ടയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി പള്ളിയിലേക്ക് വരുന്നു. അങ്ങനെ പള്ളിയിൽ വന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു സുബഹിയുടെ ബാങ്ക് നമ്മൾ കേട്ടു അല്ലെ? സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നു. ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഓരോ വാക്കിനും മറുപടി കൊടുക്കണം. ഓരോ വാക്കിനും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ വിളിയാളം ഇങ്ങനെ കേൾക്കുമ്പോൾ, ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ബാങ്കിന്റെ ഒപ്പം അതിന് ജവാബ് കൊടുക്കുക. ഇന്ന് എവിടേക്കെയോ ആരൊക്കെയോ വലിയവരാവാൻ വേണ്ടി, വലിയ VIP കളാവാൻ വേണ്ടി, ചെറിയ VIP അല്ല, ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചാലും കുഴപ്പമില്ല. എന്താണ് പറയുന്നത്? എന്താണ് ബാങ്കിൽ പറയുന്നത്? ഏതെങ്കിലും ഒരു വാക്ക് കേൾക്കുമ്പോൾ ആ വാക്കിനെ ശ്രദ്ധിക്കണമെന്ന ബോധമില്ലാത്ത മനുഷ്യൻ ലോകത്തില്ല. എന്നിട്ട് മനുഷ്യനെ മുഴുവനും വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള പ്രവചനം അങ്ങനെയൊന്നും എവിടെയില്ല എന്ന് പറയാൻ ഇവൻ എവിടെയെങ്കിലും ആയിട്ടുണ്ടോ? വളരെ അബദ്ധചടിലമായ വലാലിയത്ത് തന്നെയാണ് ആ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നേതൃത്വം തന്നിരുന്ന മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞത്, അവർ ലാലും മുതുല്ലുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ ഇതൊക്കെ? അതിന്റെ ഒരു സുന്നത്തില്ലായ്മയോ അല്ല ചർച്ച ചെയ്യേണ്ടത്. നമുക്കറിയാം, ഹൈറായ കലാമുകളോ മറ്റോ ആണെങ്കിലും മറ്റു മദ്ഹബിന്റെ വീക്ഷണത്തിൽ പറയാൻ പറ്റുമെന്നുണ്ട്, ശരിയാണ്. പക്ഷെങ്കിൽ ഇതിന്റെ ഖുർആൻ ഓതുന്ന സമയത്ത് അതുണ്ട്, അതില്ല എന്ന് നമ്മൾ പറയേണ്ടതില്ല. പക്ഷെ അതൊന്നും അല്ല പൊതു സമൂഹത്തിന്റെ മുമ്പിൽ അതിലൊരു ചിട്ടയും ഒരു അദബും ഒരു ബഹുമാനവും ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന രീതിയാണ്. അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ കർകറത്തിന്റെ സമയത്ത് അത് വരുമെന്ന് പറഞ്ഞത് ഹദീസ് സഹീഹാണോ എന്ന് ഒരു ചൂട്ടും കത്തിച്ചിട്ട് ഇങ്ങനെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ ഇഹ്തിറാമിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർകറത്തിൽ മാത്രമല്ല അല്ലാത്ത പല അപകടങ്ങളും വരും എന്നും കൂടി പഠിച്ചെടുക്കാനുണ്ട്. അത് പഠിക്കണമെങ്കിൽ നമുക്ക് അദബ് വേണം, ആദ്യമേ ചിട്ട വേണം. അപ്പോഴേ ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുള്ളൂ. അപ്പോൾ അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമുക്കറിയാം, ഇന്നലെ മഴ പെയ്തപ്പോൾ മദീന മുനവ്വറയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ ആ വാക്ക് വളരെ സുന്ദരമായിരുന്നു. നോക്കൂ, മനുഷ്യരോടുള്ള ആ ഒരു അലിഞ്ഞ സ്വഭാവം എനിക്ക് ഓർമ്മ വന്നു. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് അത്രക്കും കാരുണ്യവാനായ പ്രവാചകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ശൈലി, ആ ഒരു സ്നേഹബന്ധം മദീന മുനവറയിലെ പള്ളിയിൽ നിന്നും ബാങ്ക് വിളിച്ചപ്പോൾ മുഅദ്ദിൻ വിളിച്ചു പറഞ്ഞു, ഇന്നലെ സ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നതിന് മുമ്പായിട്ട് അസ്വലാത്തു ഫീ റിഹാലിക്കും എന്നാ പറഞ്ഞത്. മഴയാണ് വർഷിക്കുന്നത്, അതുകൊണ്ട് പള്ളിയിലേക്ക് വരണമെന്നില്ല. നിങ്ങളെ വീടുകളിൽ വെച്ചോ തമ്പുകളിൽ വെച്ചോ നിങ്ങളുടെ മറ്റ് നിങ്ങൾ താമസിക്കുന്ന പാർപ്പിടങ്ങളിൽ വെച്ചോ നിസ്കാരം നിർവഹിച്ചോളി. മദീന മുനവ്വറയിലെ പള്ളിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു. നോക്കൂ, മനുഷ്യനോടുള്ള സ്നേഹബന്ധത്തിന്റെ ഒരു ആഴി എത്രയാണ് പ്രവാചക ആ സ്നേഹം അവിടെ പ്രകടമാക്കിയത്. മനസ്സിലാക്ക്, അതാണ് ബാങ്കിന്റെ സ്വരം. പ്രത്യേകിച്ച് കേട്ടതാണ്, മുമ്പൊന്നും കേൾക്കാത്തൊരു സ്വരം നമ്മൾ കേട്ടില്ലേ?
ആലോചിച്ച് നോക്കണം. അപ്പോൾ ആ ബാങ്കിന്റെ സ്വരം കേൾക്കുമ്പോൾ ആ ബാങ്കിലേക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക. വീട്ടിൽ അടുക്കളയിൽ പണിയാണ്, കുട്ടികൾക്ക് സ്കൂൾക്ക് പോവാനുണ്ട്, ബാഗ് എടുക്കാനുണ്ട്, പെൻസിൽ എടുക്കാനുണ്ട്, അപ്പോഴേക്കും അത് സംസാരിച്ച് കുട്ടിയോട് പറയുക, ചെറിയ കുട്ടിയോടാണെങ്കിലും ആ കുട്ടികളിലേക്ക് അത് കേട്ടുകഴിഞ്ഞാൽ ആ ചെറിയ കുട്ടികൾ അതങ്ങോട്ട് ശീലമാക്കും. എനിക്ക് അനുഭവമുണ്ട്. പാങ്കൊടുക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ വളരെ ചെറിയ പ്രായമുള്ള എൻ്റെ മോള്, 3.5 വയസ്സായ മോള് ഈ ബാങ്ക് കൊടുക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മളിന്ന് കേട്ടാല കുട്ടികൾ അത് പറയും. അങ്ങനെയാണ്, അവർക്കത് പറയാൻ കഴിയും, അവർക്കത് തോന്നും. ബാങ്ക് വിളിക്കൊന്നും മിണ്ടാതിരിക്കണം. അപ്പൊ അത് പറയേണ്ടാത്തതാണ് എന്ന് കുട്ടികൾക്ക് ധാരണയിൽ വന്നു കഴിഞ്ഞാൽ ആ ചെറുപ്പത്തിലേ അതങ്ങ് ശീലിച്ചോളും. അങ്ങനെയാണ്, അതാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ ആ ബാങ്കിന്റെ സ്വരം കേൾക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, മുഅ്മിനിന്റെ ഒരു ദിവസമാണ്. ആ ദിവസത്തിന്റെ തുടക്കമാണ് സുബഹിയുടെ ബാങ്കിന്റെ ആ അല നമ്മുടെ ചെവിട്ടിലേക്ക്, കാതിലേക്ക്, കർണപുട്ടങ്ങളിലേക്ക് അടിച്ചു വരുമ്പോൾ അവിടെ നിശ്ചലമായി നിന്നുകൊണ്ട് ചിന്താശക്തി വികസിപ്പിച്ചുകൊണ്ട് പറയണം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതിന്റെ കൂടെ അങ്ങനെ പറയുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഒപ്പം പറയുക. അതിനോടൊപ്പം മർഹബൻ ബിഹബീബി വഖുറത്തി ഐനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അബ്ദുല്ലാഹിബിന് മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറഞ്ഞിട്ട് തള്ളവിരൽ ഊതിക്കൊണ്ട് കണ്ണിങ്ങനെ തടവുക. ഇത് സുന്നത്തുണ്ട്, കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. എല്ലാ ബാങ്കിലും വേണം. സുബഹയുടെ പ്രഭാതം പൊട്ടിവിടർന്ന് കേൾക്കുന്ന സമയത്തുള്ള ബാങ്കിൽ തന്നെ തുടക്കം കുറിക്കട്ടെ. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ, അതാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബിലാൽ എന്നവര് വാക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ വീണു പോയതാണ്. അതുകൊണ്ട് പറയുക, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് മർഹബൻ ബിഹബീബി. ആരാണ് ഹബീബ്? മുത്തുനബി മുഹമ്മദ് മുസ്തഫ. മർഹബൻ ബിഹബീബി, എന്റെ ഹബീബിനാണ് സ്വാഗതമായ സ്വാഗതം മുഴുവനും. ബിഖുറത്തി ഐനി, എന്റെ കണ്ണിന്റെ കുളിർമയായ പുണ്യപ്രവാചകൻ, എന്റെ കണ്ണിന്റെ കുളിർമയായ എന്റെ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. മർഹബൻ ബിഹബീബി വഖുറത്തി ഐനി മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. അലൈ മർഹബൻ ബിഹബീബി വഖുറത്തി ഐനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ എന്ന് ചൊല്ലിയിട്ട് കൈയിന്റെ തള്ളവിരലൂതിയിട്ട് കണ്ണങ്ങ് തടവുക. ആ കണ്ണിന്റെ കാഴ്ച നമുക്ക് സ്ഥിരമായി കിട്ടും. കണ്ണിന്റെ കാഴ്ചകൾ കിട്ടും. കണ്ണിന് കേടുകൾ ഉണ്ടാവുകയില്ല, രോഗമുണ്ടാവുകയില്ല, തിമിരം വരികയില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അതിനുശേഷം ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് കേൾക്കുന്ന സമയത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം. അത് കഴിഞ്ഞതിന് ശേഷം അതാ പറയുന്നു, സുബഹയിലാണെങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം സ്വദഖത വബരിർത, സത്യമാണ് പറഞ്ഞത്, ഗുണത്തെയാണ് ഞങ്ങൾക്ക് വിളിച്ചു കേൾപ്പിച്ചത്. സ്വദഖത വബരിർത, സത്യം പറഞ്ഞു, ഗുണത്തെ പറഞ്ഞു. സ്വദഖത വബരിർത. അത് കഴിഞ്ഞ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിക്കുകയാണ്. ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് അഖാമ അല്ലാഹു വഅദാമഹ എന്ന്, ഖദ് ഖാമത്തിസ് സ്വലാഹ് എന്ന് പറയുന്ന സമയത്ത് അഖാമ അല്ലാഹു വഅദാമഹ, അല്ലാഹു ഇതിനെ നിലനിർത്തട്ടെ, ഇതിനെ സ്ഥിരപ്പെടുത്തി തരട്ടെ. ഇതൊക്കെ പറയണ്ട എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ പറയണമെന്ന് വ്യക്തമാക്കിയ എത്രയോ കിതാബുകളുണ്ട്. പെട്ടെന്ന് കാണണമെങ്കിൽ മഹല്ലിയിൽ കല്ലൂബി അമീറ മറിച്ചു നോക്ക്, അഖാമ അല്ലാഹു വഅദാമഹ. ഇന്ന് പുതിയ VIP പ്രചരിപ്പിക്കുകയാണ്, ഇതൊന്നും പറയേണ്ടതില്ല, ഇതൊക്കെ പറയണം. ഇതൊക്കെ പറയണം മാത്രവുമല്ല, ഹളറമി കബീലയിൽപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം ആലിമാണ്, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ആരിഫാണ്, വലിയ വിലായത്തിന്റെ പദവിയുള്ളവരാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകന് എപ്പോഴും പാട്ടും കളിയുമായിട്ട് ഇങ്ങനെ അലസുന്ന സ്വഭാവമാണ്. ഉപദേശങ്ങൾ ഫലിക്കുന്നില്ല. ഒരു വേള അദ്ദേഹം മരിച്ചു പോകുന്നു. ആ മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ കബറടക്കം ചെയ്യപ്പെട്ടു. കബറടക്കിയ സമയത്ത് ഈ വലിയന്റെ, ഈ മനുഷ്യന്റെ പണ്ഡിതന്റെ പേഴ്സ്, അതല്ല അദ്ദേഹത്തിന്റെ കാശ് എന്തോ കബറിൽ വീണപ്പോൾ അത് എടുക്കാനും വേണ്ടി കബറടക്കിയ അന്നത്തെ രാത്രി അത് തുറന്നു നോക്കുമ്പോൾ ഖബർ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമായി കിടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് അത്ഭുതപ്പെടുന്നു. ഇവിടെ ഗാനമേളകളും പാട്ടുകളും പാടി നടന്നിരുന്ന മനുഷ്യനാണല്ലോ ഇവൻ.
എന്നിട്ട് ഇവന് എങ്ങനെയാണ് ഈ അനുഗ്രഹം കിട്ടിയത്? ഓടി വന്നു, വീട്ടിൽ വന്നുകൊണ്ട് ഈ ഈ അനുജൻ മകനോട്, മകന്റെ ഭാര്യയോട് ചോദിക്കുന്നു, എന്താണ് ഇദ്ദേഹം ചെയ്തിരുന്ന വല്ല അമലും നിനക്കറിയുമോ? അപ്പോൾ പറഞ്ഞു കൊടുത്തു. എന്താണ് പറഞ്ഞു കൊടുത്തെന്നറിയുമോ? അദ്ദേഹം അമലുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വചനങ്ങൾ കേൾക്കുമ്പോൾ ഉച്ചത്തിൽ തന്നെ, അതിന്റെ ഒപ്പം തന്നെ, അത് കേട്ട ഉടനെ തന്നെ അതിന് ജവാബ് കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അൽറമി കബീലയിൽ പ്രവാചക കാലഘട്ടത്തിലല്ല, അതിന്റെയും ശേഷം വന്ന മിസ്റിലെ ഒരു കബീലയാണ്. അതിനെക്കുറിച്ച് നുഫൂസുൽ മുത്മഇന്ന കിതാബില്ല അതിന് വിശദീകരിക്കുന്നുണ്ട്. ചരിത്രങ്ങളാണ് അതും നമ്മൾ നെഞ്ചിലേറ്റി പറയേണ്ടുന്നവരായ ആളുകൾ രചിക്കപ്പെട്ട കിതാബും കൂടിയല്ല, അവർക്കും കൂടി അത് മനസ്സിലായി. അതാണ് ബാങ്കിന്റെ ശ്രേഷ്ഠത. അതുകൊണ്ട് അത് പറയുന്നു. ഇതാണ് നമ്മൾ പിന്നെ ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിന്റെ ആ ജവാബ് കൊടുത്തു. അങ്ങനെ പള്ളിയിലേക്ക് മന്നം നീങ്ങി വന്നു. പള്ളിയിലേക്ക് കയറി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ഇന്നലെ പറഞ്ഞതുപോലെ അതിൽ ചെല്ലേണ്ടുന്ന സൂറത്തുകൾ ചൊല്ലി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സുബഹിയുടെ ടൈമാണ്. നമുക്ക് പ്രത്യേകമായ സുന്നത്തുണ്ട്. എന്ത് വേണം? നാം എഴുന്നേറ്റത് ഒരു ഉറക്കിൽ നിന്നാണ്. ആ ഉറക്കാവുന്ന മരണത്തിൽ നിന്ന് നാം ഉണർന്നു. ഇനി എന്തു വേണം? നമ്മൾ ജോലിയിലേക്കും മറ്റും പുറപ്പെടുകയാണ്. പക്ഷേ ആ ഉറക്കിൽ നിന്ന് ഉണർന്നു ആ സമയത്ത് നമുക്ക് ഓർമ്മയിൽ വരണം, ഇനിയും ഞാൻ പോവേണ്ടത് ഖബറിലേക്കാണ്, മരണത്തിലേക്കാണ്. അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സുന്നത്തുണ്ട്. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, അതായത് സുബഹയുടെ സുന്നത്ത് കഴിഞ്ഞതിന് ശേഷം ഖബറിൽ കിടക്കും പോലെ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് അവിടെ കിടക്കുക. കൂടുതൽ സമയം വേണ്ട. പള്ളിയിൽ വരുന്നവർക്ക് പള്ളിയിൽ കിടക്കാം. അതല്ലെങ്കിൽ വീട്ടിൽ വെച്ചുകൊണ്ട് എൻ്റെ സഹോദരിമാർക്ക് ചെയ്യാം. മാറി നിൽക്കണ്ട, നമുക്ക് ചെയ്യാം. എന്താണ് വേണ്ടത്? സുബഹയുടെ സുന്നത്ത് കഴിഞ്ഞതിന് ശേഷം വലഭാഗം ചെരിഞ്ഞ് കിടക്കണം. വലഭാഗം ചെരിഞ്ഞുകൊണ്ട് തല വടക്കോട്ടും കാല് തെക്കോട്ടുമാക്കിയിട്ട് ഖബറിൽ കിടക്കുന്നത് പോലെ കിടക്കുക. ഇന്ന് നേരം പുലർന്നിട്ടുണ്ട്, എപ്പോഴാണ് ഇങ്ങനെ ഒരു കൊണ്ടുപോയി വെക്കൽ എനിക്ക് വരാനിരിക്കുന്നത് എന്ന ഓർമ്മയാണ് വേണ്ടത്. അതിനെ ഓർമ്മിക്കാനും വേണ്ടി നമുക്ക് സുന്നത്താക്കി പഠിപ്പിച്ചു തന്നതാണ് ആ കിടത്തം. ആ കിടത്തത്തിൽ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല പഠിക്കണേ. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ ഇസ്റാഫീല, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ ഇസ്റാഫീല വ മീകാഈല വ അസ്റാഈല വ റബ്ബ മുഹമ്മദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണം. അല്ലാഹുമ്മ തമ്പുരാനെ, റബ്ബ ജിബ്രീല വഹയ് കൊണ്ട് വരുന്ന ജിബ്രീലിനെ പടച്ച റബ്ബേ, ഇസ്റാഫീല സൂറെന്ന കാഹളത്തിൽ ഊതുന്ന ഏൽപ്പിക്കപ്പെട്ട മലക്കായ ഇസ്റാഫീലെ, മീകായിൽ അസ്റായിൽ ഇവരൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട മീകായിലും അസ്റായിലും റൂഹ് പിടിക്കുന്ന മലക്ക്, അതുപോലെ തന്നെ മഴ കൊണ്ടും ഇടികൊണ്ടും മിന്നുകൊണ്ടും ഏൽപ്പിക്കപ്പെട്ട മലക്ക്, അപ്പൊ ഇവരെയൊക്കെ പടച്ച റബ്ബേ അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാഈല വ ഇസ്റാഫീല വ അസ്റാഈല വ റബ്ബ മുഹമ്മദിൻ. ഇടിമിന്ന് കൊണ്ടൊക്കെ ഏൽപ്പിക്കപ്പെട്ട മീകായില്, സൂറെന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട ഇസ്റാഫീല്, വഹയ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ജിബ്രീല്, റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട അസ്റായില്, ഇവരെയൊക്കെ പടച്ച റബ്ബ മുഹമ്മദിൻ, ലോകത്തിന്റെ കാരുണ്യത്തിന്റെ നിധിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ച റബ്ബേ, അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയാനുള്ളത്? അഊദു ബിക, ശ്രദ്ധിക്കൂ. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ചൊല്ലുന്ന ദിക്റിലും കണ്ടു ഫഖിന അദാബന്നാർ. അത് കഴിഞ്ഞ് വുദൂഇന്റെ ശേഷവും കണ്ടു ഫഖിന അദാബന്നാർ. അത് കഴിഞ്ഞ് നടന്നു വരുന്ന സമയങ്ങളിലും ഒക്കെയും ഉണ്ട് ഫഖിന അദാബന്നാർ. തീർന്നിട്ടില്ല. നമുക്ക് എപ്പോഴും വേണ്ടത് അതാണ്. സ്വർഗമല്ല ചോദിക്കേണ്ടത്, നരകത്തിന് നട മുക്തതയാണ്. അപ്പോൾ സ്വർഗം കിട്ടും. ആ കടന്നുകൊണ്ട് ചൊല്ലണം അഊദു ബിക മിനന്നാർ, അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവല് തേടുന്നു, മിനന്നാരി നരകത്തെ തൊട്ട്. എന്നിട്ട് പറയണം യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക.
അതായത് കൂടുതൽ സമയം വേണ്ട, 2 മിനിറ്റ് കിടന്നാൽ മതി. അതിൽ ഈ ദുആ കൊണ്ടുവരിക. എന്നിട്ട് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് കഴിയുമെങ്കിൽ ഒരു 40 പ്രാവശ്യം അങ്ങ് പറയുക. അള്ളാഹുവിന്റെ അസ്മാഉൽ ഉളമയാണെന്ന് അഭിപ്രായമുള്ള ദിക്റാണ്, മറക്കണ്ട. യാ ഹയ്യു യാ ഖയ്യൂം. ഹജറുൽ അസ്വദിന്റെ മുകളിൽ, കഅബ ഷരീഫിന്റെ കില്ലയിൽ മുകളിലേക്ക് നോക്കിയാൽ അവിടെയും എഴുതി വെച്ചിട്ടുണ്ട് യാ ഹയ്യു യാ ഖയ്യൂം. അതുപോലെ തന്നെ ആയത്തുൽ കുർസിയുടെ തുടക്കത്തിൽ കാണാം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സൂറത്ത് ആൽ ഇമ്രാനിന്റെ തുടക്കത്തിലും അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗത്ത് ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദത്തി വർ റഹ്മാനുർ റഹീം. ഇവിടങ്ങളിലൊക്കെയും അള്ളാഹുവിന്റെ നാമത്തെ പുകഴ്ത്തുന്നു. അള്ളാഹുവിന്റെ അസ്മാഉൽ ഉളമയാണെന്ന് പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെട്ട ഇസ്മാണിത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഉരവിടേണ്ടത് അതാണ്. എന്ത്? യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഇൻഷാ അള്ളാഹ് ഇന്നു മുതൽ നമുക്കത് തുടർത്തിക്കൊണ്ട് ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.